നമസ്കാരം. ശരീരത്തിലെ ചുളിവുകൾ പ്രശ്നമാണോ? ഇപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഒരു ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കൈയുടെ സ്കിന്നിൽ ധാരാളം ചുളിവുകൾ കാണും. നിങ്ങൾ ഇത്തരത്തിൽ ശരീരത്തെ വീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വ്യക്തി ഇവിടെ എത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഗ്ലാൻസ് പെനീസിലുള്ള ചുളിവുകളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായി? ഉദ്ധരിച്ച സമയത്തോ വല്ലതും കാണുന്നുണ്ടോ? ഇല്ല. ഡോക്ടർ ഈ ഫോട്ടോ ഒന്ന് നോക്ക്. നേരെ മൊബൈലെടുത്ത് നീട്ടി. മൊബൈലിൽ ഒരു ഫ്ലാക്സിഡ് പെനീസിൽ സ്കിന്ന് പുറകോട്ട് മാറ്റിയ അവസ്ഥയിലുള്ള ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഇദ്ദേഹം സൂം ചെയ്യും. സൂം ചെയ്യുന്ന സമയത്താണ് ഈ ചുളിവുകൾ വിസിബിളായിട്ടുള്ളത്. അപ്പോൾ അത് നോർമലി എല്ലാ മനുഷ്യൻ്റെയും സ്കിന്നിൽ ചില ചുളിവുകളുണ്ടാവും. ആ ഒരു ചുളിവ് രോഗമാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടി ഞങ്ങളുടെ യൂറോളജിസ്റ്റ് പരിശോധിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, ഡോക്ടർ കാണട്ടെ, യൂറോളജിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം വീണ്ടും താങ്കൾ എന്നെ കാണുക. അങ്ങനെ ആ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും വന്ന് കണ്ടു. ഞാൻ നോക്കി, ഫിസിക്കൽ എക്സാമിനേഷൻ പെർഫെക്റ്റ്ലി നോർമലാണ്. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നു. ലിംഗം നോക്കിയിട്ട്, പെനീസ് നോക്കിയിട്ട് അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ കളറ് ഇതെല്ലാം മാറുന്നുണ്ടോ, ഇതിനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെപ്പറ്റി കൂടുതൽ പ്രിയോക്യുപ്പൈഡ് ആയിക്കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടാവും, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മേജറായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ മാത്രമാണ് ചികിത്സ തേടിയെത്തേണ്ടത്. അല്ലാതെ ഇതൊക്കെ സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിക്കേണ്ട അവയവങ്ങളൊന്നും അല്ല. നിങ്ങളുടെ കണ്ണും മൂക്കും ചെവിയും കൈയും ഒക്കെ നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ലൈംഗിക അവയവത്തെയും ആ തരത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.